ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തൂക്കുപാലം ടൗണിനെ ഒന്ന് പരിചയപ്പെടുത്താം. അതായത് കണ്ടിട്ടുള്ളവർക്കും കണ്ടിട്ടില്ലാത്തവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ടൗണിനെ ഒന്ന് പരിചയപ്പെടുത്താം. അങ്ങനെ നമ്മൾ നെടുങ്കണ്ടം ഭാഗത്തു നിന്ന് വരുമ്പോൾ തൂക്കുപാലം ടൗൺ തുടങ്ങുന്നത് ഈ ഭാഗത്തു നിന്നല്ല കേട്ടോ. ഇവിടെ ആനന്ദ് ഹോളിഡേയ്സ് മുതൽ അങ്ങോട്ട് ആരംഭിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് HB പമ്പുണ്ട് കണ്ടോ. അങ്ങനെ പണ്ട് ഇവിടെ നിന്നും വലിയ ബിൽഡിങ്ങുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ല റോഡുകളും ഹൈവേ ആയത് കേട്ടോ. കമ്പംമെട്ട വണ്ണപ്പുറം ഹൈവേ ഈ കാണുന്നത് രാമക്കൽമേട് വഴി കടന്നു വരുന്നത്. ഇതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ബിൽഡിങ്ങുകൾ അങ്ങോട്ട് തുടങ്ങി ആരംഭിച്ചു. ഇത് മെയിൻ തൂക്കുപാലം മെയിൻ ജംഗ്ഷനാണ്. മെയിൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് അതായത് കട്ടപ്പന കമ്പംമെട്ട് കൂട്ടാർന്നൊക്കെ വരുമ്പോൾ ഉള്ള ജംഗ്ഷൻ. ആ ലോറി വരുന്നത് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഇടത് സൈഡ് ഭാഗത്തോട്ട് കാണുന്നതാണ് തൂക്കുപാലം. അതായത് പണ്ട് തൂക്കുപാലം ഉണ്ടായിരുന്നത് ഇവിടെയാണ്. ഈ വണ്ടികൾ വരുന്നുണ്ടോ, ഈ വണ്ടികൾ വരുന്നത്. ഇതിപ്പോൾ കോൺക്രീറ്റ് പാലമായി മാറി. അതുപോലെ വൻകിട ബിൽഡിംഗ് ആയി. ഇത് കല്ലാർ പുഴയാണ് ഇങ്ങനെ ഒഴുകുന്നത്. ഈ പുഴയെ നിർത്തി. അപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ വലിയ പ്രളയം ഉണ്ടായി. ഒത്തിരി നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. ഇതുണ്ടോ കടകളെ സപ്ലൈകോ മുതൽ ഇവിടെ നിന്ന് ഇങ്ങനെ ആരംഭിക്കുവാണേ. അതായത് കടകളെന്ന് പറഞ്ഞാൽ എല്ലാ ഷോപ്പുകളും ഉണ്ടോ കേട്ടോ. നമുക്ക് അത്യാവശ്യം വാങ്ങേണ്ട സാധനങ്ങളെല്ലാം. അതുപോലെ എൻ്റെ ഓണർ അറക്കുളം ജ്വല്ലറി ഇതുണ്ട് ഇവിടെ. എങ്ങനെ ഇവിടെ മുതൽ തുടങ്ങി. അതുപോലെ ഹോട്ടലാണെങ്കിൽ ന്യൂസിലാൻഡ് ഹോട്ടൽ ആദ്യം മുതലുള്ള ഹോട്ടലുകൾ. അതുപോലെ പട്ടം കോളനിയുടെ ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ഭാഗത്തൂടെയാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. ഇതുണ്ടോ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. പട്ടം കോളനിയുടെ സപ്തതി ഇന്നും നാളെയായിട്ട് ആഘോഷിക്കുക. അത് നല്ല പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. കാര്യം ഇത് നമ്മുടെ നാടിൻ്റെ പട്ടം കോളനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാല കുടിയേറ്റ മേഖലയായത്. അതുകൊണ്ട് ഈ പരിപാടി നല്ല വൻ വിജയമാക്കണം. ഇപ്പം നമ്മൾ ഈ കയറി പോകുന്നത് സെൻട്രൽ ജംഗ്ഷനാണ്. അതായത് തൂക്കുപാലം മാർക്കറ്റ്. ആദ്യകാലത്തിൽ ആടുമാടുകളും ഒക്കെ ഒരു 4 മണി മുതൽ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു. ഇന്ന് ആ സ്ഥിതികളൊക്കെ മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും നല്ലൊരു സിറ്റിയാണ് നമ്മുടെ. എല്ലാ കടകളും ഉണ്ട്. ഇപ്പോൾ ഈ സമയം 8 മണി ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കടകളൊന്നും തുറന്നിട്ടില്ല. കുറച്ച് കടകളൊക്കെ ഇങ്ങനെ തുറന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മോസ്ക് ഇവിടെ മേളിലായിട്ട്. അതുപോലെ ഇപ്പം നമ്മളിങ്ങനെ ഈ കടന്നു പോകുന്നത് SNDP ജംഗ്ഷനിലോട്ടാണ് തൂക്കുപാലം. ഉണ്ട് ബസ്സുകളൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി നല്ല തിരക്കായി തുടങ്ങി ടൗണ്. കടകളൊന്നും തുറന്നില്ലെങ്കിലും. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ തിരുപ്പൂർ ബസ്സാർന്ന്. അത് ഈ SNDPയുടെ ഈ റൂമിലാണത്. അതുപോലെ ഈ ജംഗ്ഷൻ്റെ പേരെന്ന് പറയുന്നത് ഈ ജംഗ്ഷൻ്റെ പേര് SNDP ജംഗ്ഷൻ എന്നാണ്. ഈ മേളിലോട്ട് കാണുന്ന വഴി അമ്പലേക്കർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്നതാണ്. അതുപോലെ ഇടതോട്ട് കിടക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ പുഷ്പക്കണ്ടം പോകുന്ന വഴിയാണ്. അത് ഈ വണ്ടി കിടക്കുന്ന ആ ഇടത് സൈഡാണ് ഫ്ലൈമെനും ചിന്നൂസും. ഞാൻ പറയാറില്ലേ ലൂമ ബൂട്ടിക്ക് ഷോപ്പ് തുറന്നിട്ടില്ല. ചുട കഴിയുമ്പോൾ തുറക്കുന്ന. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടകളാണ് കേട്ടോ മൊത്തം. അത് ബിവറേജ് ഔട്ട്ലെറ്റ് വരെ ഇവിടെയുണ്ട്. SBI ബാങ്ക്. ഇപ്പം ഈ റോഡ് രാമക്കൽമേട്ടിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്ന ഹൈവേ ആണ് ഈ കാണുന്നത് കണ്ടോ. നല്ല വെയിലൊക്കെയാണ് രാവിലെ. നമ്മുടെ ടൗൺ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ടൗണായി മാറിക്കൊണ്ടിരിക്കുക. ബിൽഡിങ്ങൊക്കെ ആണെങ്കിലും നല്ല ബിൽഡിങ്ങുകൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് പാമ്പമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇതുണ്ട് റൈറ്റ് സൈഡ് HB പമ്പുണ്ട്. ഇവിടെ നമ്മുടെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ബസ് സ്റ്റാൻഡ്. എന്നിരുന്നാലും അതിൻ്റെ വേണ്ട നമുക്കൊന്ന് കയറി നോക്കാം. ബസ് സ്റ്റാൻഡ് ഒന്ന് കാണാം. അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. വണ്ടികളൊക്കെ കയറുന്നുണ്ട്. എന്നാലും എല്ലാ വണ്ടികളും ഒന്നും കയറി തിരിഞ്ഞു പോകുന്നില്ല. ഒരു ടൗണിൻ്റെ വികസനത്തിൽ എൻ്റെ ഭാഗം എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡ് മെയിൻ ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഹോട്ടലുകളൊക്കെ ഉണ്ട്. അത് കാനറ ബാങ്ക്. ഇവിടെ നമ്മളിങ്ങനെ തിരിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ഈ ജംഗ്ഷന് പാമ്പമുക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൂക്കുപാലം പള്ളി ചർച്ച് ഇവിടെ ഉണ്ട്. ഇതിങ്ങനെ രാമക്കൽമേട് ഹൈവേ ആണ്.
അപ്പോൾ തൂക്കാലം മെയിൻ ടൗണിൻ്റെ ഔട്ടറിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചർച്ചൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടം കൊണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നുവെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രചോദനമാകുന്നത്. മറ്റുള്ള നല്ല വീഡിയോ എടുത്ത് പരിചയമുള്ളവർ സംസാരിച്ച് പരിചയമുള്ളവർ എന്ന ഉള്ള രീതിയിൽ അർത്ഥത്തിൽ കാണരുത്. ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.